അമേരിക്കയുടെ നാവികശക്തി വർദ്ധിപ്പിക്കുന്നതിനായി തന്റെ പേരിൽ പേരിട്ടിരിക്കുന്ന പുതിയൊരു വൻ ആയുധധാരികളായ നാവിക യുദ്ധക്കപ്പലുകൾ US കമ്മീഷൻ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുതുക്കിയ ഗോൾഡൻ ഫ്ലീറ്റിന്റെ ഭാഗമായിട്ടാണ് ഈ ചുവടുവയ്പ്. സാധാരണയായി സ്ഥാനമൊഴിഞ്ഞ നേതാക്കളുടെ ബഹുമാനാർത്ഥം കപ്പലുകൾക്ക് പേരുകൾ നൽകുന്ന പതിവിൽ നിന്ന് വ്യത്യസ്തമായാണ് ട്രംപിന്റെ പുതിയ നീക്കം. അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ അപകടകാരികളായ യുദ്ധക്കപ്പലുകളായിരിക്കും ഇവയെന്ന് ട്രംപ് വ്യക്തമാക്കി. ഏകദേശം 30,000 മുതൽ 40,000 ടൺ വരെ ഭാരമുള്ള ഈ കപ്പലുകൾ ആധുനിക US ഡിസ്ട്രോയറുകളെയും ക്രൂയിസറുകളെയും വലിപ്പമേറിയതായിരിക്കും. എന്നാൽ 1990കളിൽ വിരമിച്ച അയോവ ക്ലാസ് കപ്പലുകളെക്കാൾ വലിപ്പം കുറവായിരിക്കും. മിസൈലുകൾക്കും ആർട്ടിലറി ഗണ്ണുകൾക്കും പുറമെ US വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലേസർ ആയുധങ്ങൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ എന്നിവയും കപ്പലിലുണ്ടാകും. ആണവായുധം വഹിക്കാനുള്ള ശേഷിയുള്ള സീ ലോഞ്ച് ക്രൂസ് മിസൈലുകളും ഈ കപ്പലുകളിൽ ചേർത്തിട്ടുണ്ട്. കപ്പലുകളുടെ എണ്ണത്തിൽ അമേരിക്ക ചൈനയേക്കാൾ പിന്നിലാണെന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. തുടക്കത്തിൽ 2 ട്രംപ് ക്ലാസ് കപ്പലുകൾ നിർമ്മിക്കാനാണ് തീരുമാനമെങ്കിലും ഭാവിയിൽ ഈ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അമേരിക്കയെ വീണ്ടും ഒരു പ്രധാന കപ്പൽ നിർമ്മാണ ശക്തിയായി മാറ്റുമെന്നും ലോകത്തെവിടെയും എത്താനാകുന്ന ഏറ്റവും ശക്തമായ നാവികസേന അമേരിക്കയ്ക്കുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും പറഞ്ഞു. മാത്രമല്ല, നിരവധി ആയുധങ്ങൾ വഹിക്കാൻ സജ്ജമാകുന്ന ട്രംപ് ക്ലാസ് USS ഡിഫിയൻ കപ്പലിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 2.5 വർഷത്തിനുള്ളിൽ ആദ്യ കപ്പലുകൾ പ്രവർത്തനക്ഷമമാകുമെന്നും ട്രംപ് പറഞ്ഞു. വലിയ മിസൈൽ സായുധ യുദ്ധക്കപ്പലുകളും ചെറിയ കപ്പലുകളും ഉൾപ്പെടെ ആളുള്ളതും ആളില്ലാത്തതുമായ കപ്പലുകളിൽ US നാവികസേനയെ വിപുലീകരിക്കാൻ പ്രസിഡന്റ് ട്രംപ് ആസൂത്രണം ചെയ്തിരിക്കുന്നതിന്റെ ഭാഗമാണ് ഈ പ്രഖ്യാപനം. കപ്പൽ നിർമ്മാണ ശേഷിയിലും മൊത്തം ഉൽപാദനത്തിലും US നിലവിൽ ചൈനയേക്കാൾ പിന്നിലാണെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഫ്ലോറിഡയിലെ തന്റെ മാർ എ ലാഗോ ഗോൾഫ് ക്ലബിൽ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, നാവിക സെക്രട്ടറി ജോൺ ഫെലൻ എന്നിവരോടൊപ്പം സംസാരിച്ച ട്രംപ് 2 പുതിയ യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണം ആരംഭിക്കുന്നതിന് അംഗീകാരം നൽകിയതായും 25 എണ്ണം വരെ നിർമ്മിക്കാനുള്ള പദ്ധതിയുണ്ടെന്നും പറഞ്ഞു. ഇതുവരെ നിർമ്മിച്ച ഏതൊരു യുദ്ധക്കപ്പലിനേക്കാളും വേഗതയേറിയതും വലുതും 100 മടങ്ങ് ശക്തവുമായിരിക്കും അവ എന്നും ട്രംപ് പറഞ്ഞു. നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഹൈപ്പർസോണിക് അങ്ങേയറ്റം മാരകമായ ആയുധങ്ങൾ വഹിക്കാൻ സജ്ജീകരിക്കപ്പെടുമെന്നും US നാവികസേനയുടെ ഫ്ലാഗ്ഷിപ്പ് കപ്പലുകളായിരിക്കും. ട്രംപ് ക്ലാസ് കപ്പലുകളുടെ ചിത്രീകരണങ്ങളുടെ പോസ്റ്ററുകളുമായി ഇരുവശത്തും അരികിലായി നിന്ന് സംസാരിച്ച ട്രംപ് കപ്പലുകൾ ആഭ്യന്തരമായി നിർമ്മിക്കുമെന്നും അവയുടെ നിർമ്മാണം ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പറഞ്ഞു. വാൾ സ്ട്രീറ്റ് ജേണലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ട്രംപ് കപ്പലിന്റെ ഭാഗമായി ഒരു വലുതും മനോഹരവുമായ യുദ്ധക്കപ്പൽ പോലുള്ള കപ്പൽ പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നുവെന്നും അതിൽ ഡസൻ കണക്കിന് പിന്തുണ ഗതാഗത കപ്പലുകളും ഉൾപ്പെടുമെന്നും ഫെലാൻ പറഞ്ഞു. ഡിസംബർ 19-ന് US കോസ്റ്റ് ഗാർഡിന്റെ ലെജൻഡ് ക്ലാസ് നാഷണൽ സെക്യൂരിറ്റി കട്ടറിനെ അടിസ്ഥാനമാക്കിയുള്ള മറ്റൊരു പുതിയ കപ്പലുകളുടെ കൂട്ടം US നാവികസേന പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.